ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, നിങ്ങളുടെ സപ്പോർട്ടിന്, സ്നേഹത്തിന് ഒക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പലരും പറയുന്നുണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ചില മാറ്റങ്ങൾ പലർക്കും വന്നിരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി എന്നോട് പറയാറുണ്ട്. ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നവർ കമന്റ് ഇടുകയും പറയുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അത് തന്നെ നിങ്ങൾക്കുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് കരുതാം. യൂണിവേഴ്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡായിട്ട് കരുതണം. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ലഭിക്കുക, നല്ല വർത്തമാനം, നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യം സംഭവിച്ചു നമ്മളുടെ ജീവിതത്തിലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് നമ്മൾ കടപ്പെട്ടിരിക്കണം. യൂണിവേഴ്സിനോട് താങ്ക് യു പറയാൻ ഒരു കാരണവശാലും മടി വിചാരിക്കരുത് കേട്ടോ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഹീലിംഗ് ചാവേഴ്സ്, ലീഡർഷിപ്പ്, ഡിലൈറ്റ്. അഡ്വഞ്ചേഴ്സ്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ടവേഴ്സ്. അപ്പൊ നിങ്ങളുടെ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞത് തന്നെയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മാറ്റം, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണിത്. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു. പല കുഴപ്പങ്ങളെയും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കുഴപ്പങ്ങളെയും പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിനെയൊക്കെ പരിഹരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ മാറ്റം നിങ്ങൾ സ്വയം കൊണ്ടുവന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്, അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് വന്ന് നിങ്ങളുടെ ജീവിതത്തെ അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾ സ്വയം പരിശ്രമിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. സ്വയം പരിശ്രമിക്കുക മാത്രമല്ല, ആ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടെ ശ്രമിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ കർമ്മ കൂടി നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വയം നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളോട് ഒരു ദുഃഖകഥ പറയുമ്പോൾ നിങ്ങൾ അതിലങ്ങ് ലയിച്ചു പോകും. ഒന്നുമില്ലേലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് അവരുടെ വിശേഷം വീണ്ടും തിരക്കുന്നു. അയ്യോ അവർക്ക് എന്നിട്ട് മറ്റുള്ളവരോട് പറയുകയാണ്, അവർക്ക് അങ്ങനെ പറ്റിപ്പോയില്ലോ, കഷ്ടമായിപ്പോയി, അവരെത്ര നല്ല വ്യക്തികളായിരുന്നു, എന്നിട്ടും എന്താണ് അവർക്ക് ഇത് സംഭവിച്ചത്. ഇതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വൈകുന്നവരെ നിങ്ങൾ കിടക്കുമ്പോഴും ചിലപ്പോൾ ഇതൊക്കെ ഓർത്തിട്ടായിരിക്കണം കിടക്കുന്നത്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വേറെയുണ്ട് എന്നിരുന്നാൽ കൂടെ അതിനോടൊപ്പം തന്നെ ഇതുകൂടി ചേർത്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്നു. രാത്രിയിൽ നിങ്ങൾ ദുസ്വപ്നം കാണുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായതുപോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നത്. അവിടെ നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു കർമ്മയുടെ ഭാഗമാണ്. ഇത് നിങ്ങൾ ആവശ്യമില്ലാത്ത കർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ വലിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കഥകളൊന്നും കേൾക്കാൻ പോവരുത്. മനസ്സിലായി? പലരുടെയും ജീവിതത്തിൽ സിനിമ എഴുതാനുള്ള കഥകളൊക്കെ ഉണ്ടാവും. അതെല്ലാം കൂടെ നിങ്ങൾ കേട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. ആ കർമ്മ നിങ്ങൾ ഏറ്റെടുക്കാനും പാടില്ല. ഒരുപാട് കരഞ്ഞ് വന്ന് പറയുന്ന കാര്യങ്ങൾ ഒപ്പം ചിലപ്പോൾ നിങ്ങളും കരയും. അവിടെ എന്താണ് സംഭവിക്കുന്നത്?
അവിടെ സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടേതായ കാര്യത്തിൽ സമയം കാണില്ല. അവരുടെ കർമ്മം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് അതിൽ നിങ്ങളോട് കഥയെല്ലാം കൂടെ പറഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ അതിൽ നിന്ന് അവർ ഒന്ന് റിലീസാവും. നിങ്ങൾ വീണ്ടും അതിനെ വഹിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ പാടുപെടുന്നു. അതുപോലെ ലക്ഷക്കണക്കിന് കടമുള്ളവർ, ബാധ്യതകളുള്ളവർ നിങ്ങളോട് ബാധ്യതയുടെ കാര്യങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് നിങ്ങളോട് സാമ്പത്തികമാണ്. അവർക്കൊരാശ്വാസമാകും. പക്ഷെ നിങ്ങൾക്ക് തിരികെ കിട്ടുമോ? അതില്ല. നിങ്ങൾക്ക് തിരികെ കിട്ടാതാകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മനോവേദന, മനോവിഷമം, മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുക, ദുരിത കഥകൾ കേൾക്കുക, അവരുടേതായ വിഷമാവസ്ഥകളിൽ പങ്കെടുക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അവർക്കത് ദൈവം കൊടുത്തതാണ്, അത് അവർക്ക് യൂണിവേഴ്സ് കൊടുത്തതാണ്, അവരുടെ കർമ്മം അവരനുഭവിക്കേണ്ടതാണത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായോ? കാരണം നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ വരുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജീസ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരാനുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള റീഡിങ്സ് ഒക്കെ രാവിലെ കാണുന്നു. മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടാനല്ലേ നിങ്ങൾ ഇത് കാണുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ കഥകളിൽ കൂടെ ഉൾപ്പെടുന്നത്? അത് കേൾക്കാൻ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. എത്ര വലിയ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവരുടേതായ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ആശ്രയിക്കുന്നത്. നിങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ആരോടെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അവരിൽ നിന്ന് ഒരു സഹായവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പിന്നെ എന്തിനാണ് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നത്, നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ സ്പിരിച്വലാണ്. മനസ്സിലായോ? നിങ്ങൾ ഇത്ര കാലം കൊണ്ട് ഇതൊക്കെ കാണുന്നത്, ഇതിലെ എനർജി നിങ്ങൾ സ്വീകരിക്കുന്നതും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഹീലിംഗ് ചാവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുഴപ്പങ്ങളെയൊക്കെ പരിഹരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പരിഹരിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് മുക്തരാവാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാൻ പോവരുത്. അനാവശ്യമായ ഒരു കൂട്ടുകെട്ടിനും പോവണ്ട. നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അഭിവൃദ്ധി വരും. കാരണം നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റ് കഥകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്ട്രെങ്ത് പതുക്കെ ഒന്ന് കുറയും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അഭിവൃദ്ധി വരില്ല. മനസ്സിലായോ? അതാണ് പറയുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ സ്പിരിച്വലി ഗ്രോ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഗ്രോത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ മുന്നോട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മറ്റ് എനർജീസിനെ ഒന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് നല്ലത്. കാരണം അടുത്തതായിട്ട് ലീഡർഷിപ്പ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ ചെന്നാലും എന്ത് ഒരു അധികാരം നിങ്ങൾക്ക് ലഭിക്കും. കാരണം അത്രമാത്രം ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. കണ്ടില്ലേ? ഇതാണ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും വളരെയധികം റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്ന അവസ്ഥ. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എനർജി ഉണ്ടാവാം. ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ എനർജി. കാരണം മറ്റുള്ളവരെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആ നേതൃത്വ പാഠവും ഉണ്ടാവണം. നിങ്ങൾ വിചാരിക്കും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചിരുന്നാൽ പോലും മറ്റുള്ളവർ നിങ്ങളുടെ എനർജി മനസ്സിലാക്കും. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള ഇതൊരു സ്പിരിച്വൽ ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവണം. ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയപരമായ കാര്യങ്ങളിലൂടെ നിങ്ങൾ ഏർപ്പെട്ട് മുന്നോട്ട് വരുന്ന വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങളെയും ഉപേക്ഷിക്കുന്നുണ്ടാവാം. മറ്റുള്ളവരോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ നിങ്ങൾ മുന്നോട്ട് വരുന്ന വ്യക്തികളാവാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കാപട്യം ഒന്നും നിറയാതെ കളങ്കമില്ലാത്ത ഒരു മനസ്സിനുടമയാവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ കഴിയുന്നു. കൂടുതലായിട്ട് നോളജ് ഉണ്ടാവുന്നു. സ്പിരിച്വൽ ഗ്രോത്ത് വരുമ്പോൾ കൂടുതലായിട്ട് നോളജ് കൂടി ഉണ്ടാവും.
പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ കഴിയും. മറ്റുള്ളവർ കൂടി പല കാര്യങ്ങളിലും ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ട് കരുതുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേതൃത്വം തരുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാവമാണ് നിങ്ങൾക്ക് വേണ്ടി. ഡിലൈറ്റ് ആണ്. എവിടെയും ആനന്ദം അനുഭവിക്കാൻ കഴിയുകയാണ്. എവിടെയും സന്തോഷമായിട്ടിരിക്കാൻ കഴിയും. മനസ്സ് പരിശുദ്ധമാണെങ്കിൽ, പരിസരം ശുദ്ധമാണ്, നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല, പ്രശ്നങ്ങൾ ദൂരെ ഒരുപാടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത് ശുദ്ധമാണ്, നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ കഴിയും, സന്തോഷം അനുഭവിക്കാൻ കഴിയും, മനസ്സിന്റെ ശാന്തത നിലനിർത്താനും നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചുറ്റിനും കാണുന്ന എല്ലായിടവും ആ ഒരു എനർജി നിലനിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ ഒരു ജീവിതമാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമുണ്ടാവും. വളരെയധികം സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരുന്ന് മറ്റുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ നല്ല എനർജിയുടെ ഉടമസ്ഥർക്ക് മാത്രമേ പറ്റൂ. ഇവിടെ അടുത്തതായിട്ട് അഡ്വഞ്ചേഴ്സ്. എത്ര തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. എത്രമാത്രം റിസ്ക് എടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വളരെയധികം റിസ്ക് എടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട്. അതേ തരത്തിലുള്ള ആ കാര്യം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങളിലെ ആ സ്പിരിച്വൽ ഗ്രോത്ത് കൊണ്ടാണത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം, നമുക്ക് ഇനി കുറച്ചുകൂടെ കാർഡ്സ് എടുത്ത് നോക്കാവേ. ബ്ലെസ്സിങ്സ് ആണ്. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെലിഗൻസ്, ആക്ഷൻ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എങ്കിൽ ദൈവാനുഗ്രഹം ധാരാളമായി നിങ്ങളിലേക്ക് വന്നുള്ളൂ. ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നിറപ്പകിട്ടാർന്ന ഒരു ജീവിതം ലഭിക്കും. അങ്ങനെ അത് നിങ്ങൾക്ക് സമ്മാനിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനുമുള്ളതെല്ലാം വളരെ നല്ലതായിട്ട്, വളരെ മനോഹരമായിട്ട് തോന്നും. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായ ആ എനർജി കുറച്ച് ഹൈ ആവുന്നു, ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. എല്ലായ്പ്പോഴും എനർജി ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൗൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറയുക, കുറ്റം കേൾക്കുക, മടി പിടിച്ച് വീട്ടിനുള്ളിൽ കഴിയുക, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതേസമയത്ത് ഒരു ഹൈ എനർജിയിലേക്ക്, ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടില്ലേ, ഹൈ എനർജിയിലേക്ക് വരുന്ന വ്യക്തിയാണ് നിങ്ങൾ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല, നമ്മൾ പറഞ്ഞല്ലോ അവിടെ. അപ്പൊ ആ ഒരു എനർജിയിൽ നിൽക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് വരുന്നത്, ജീവിതത്തിലെ പ്രോഗ്രസ് നിങ്ങൾക്ക് ലഭിക്കുന്നതും, വളരെ നല്ല അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതുപോലെ ഡെലിജൻസ്, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉത്സാഹപൂർവ്വം മുഴുകാൻ സാധിക്കുന്നു. ഡേ ഡ്യൂട്ടി ചെയ്യണോ, നൈറ്റ് ഡ്യൂട്ടി ചെയ്യണോ, ചില കാര്യങ്ങളിലൊക്കെ അവിടെയും നിങ്ങൾക്കത് ഉത്സാഹപൂർവ്വം ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ അത്തരത്തിലുള്ള വലിയ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ആക്ഷൻ, പല കാര്യങ്ങൾ എനിക്കിനി അത് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് മടി പിടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു എങ്കിൽ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ അലസതയെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും മടി പിടിച്ചിരിക്കുമ്പോൾ ഇന്ന് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഉത്സാഹം ഉണ്ടാവും, അല്ലേ? എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനുള്ള ഉത്സാഹം. അത് എന്തുകൊണ്ടാണ് ആ ഉത്സാഹം വരുന്നത്? കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്.
അങ്ങനെ എല്ലായ്പ്പോഴും കോൺഫിഡൻസ് വർദ്ധിച്ചു കൊണ്ടുവരിക എന്നല്ലെങ്കിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അത്യാവശ്യം. നിങ്ങളുടെ കാര്യം നിങ്ങൾ അത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആ ഒരു എനർജിയിൽ നിലനിൽക്കണം. ഇല്ല എങ്കിലാണ് എല്ലാം താറുമാറാകുന്നത്. വളരെയധികം സ്റ്റേണായിട്ട് വിചാരിക്കണം, സ്റ്റേണായിട്ട് നിൽക്കണം, കുറച്ചുകൂടി ബോൾഡ് ആവണം. ബോൾഡായിട്ട് പറയണം, എനിക്ക് മറ്റുള്ളവരുടെ കഥകൾ കേൾക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത്. അയ്യോ, എങ്ങനെ ഒഴിഞ്ഞു മാറും? അത് അവർക്ക് നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ധൃതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത്. ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് പ്യൂരിഫിക്കേഷൻ സംഭവിക്കും. കണ്ടില്ലേ, ഇവിടെ എത്ര വളരെ കറക്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്യൂരിഫിക്കേഷൻ സംഭവിക്കും. ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങളിൽ നിന്നും റിലീസ് ആകും. നിങ്ങൾ പരിശുദ്ധിയിലേക്ക് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ പ്യൂരിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നിങ്ങൾക്ക് മാറ്റമാണ് വരാൻ പോകുന്നത്. പ്യൂപ്പയിൽ നിന്ന് ബട്ടർഫ്ലൈ എങ്ങനെയാണ് വർണ്ണശബളമായ ചിറകുകളോടുകൂടി പാറിപ്പറന്ന് ഉല്ലസിക്കുന്നത് എങ്ങനെയാണോ, അതേപോലെ നിങ്ങൾക്കും പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവും. പെട്ടെന്നൊരു പരിവർത്തനം സംഭവിക്കും. ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പിന്നെ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും, എനിക്ക് എങ്ങനെ ഇത് വന്നു എന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്വയം പിന്നീട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ് അത്യാവശ്യം. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേട്ട് ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? അവരുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം, ആ വ്യക്തി നല്ലതാണ്, അയ്യോ കഷ്ടം, പാവം, ഇങ്ങനെയൊക്കെയുള്ള സിമ്പതി പിടിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളുടെ കാര്യത്തിന് അത് പ്രയോജനം ചെയ്യത്തില്ല. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? എന്താണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്? ഹാപ്പിനെസ് ആണ്. ആ വഴിയെ നിങ്ങൾ വരൂ. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകുക, ഹാപ്പിനെസ്സിലേക്ക് മുന്നോട്ട് വരിക. അതൊക്കെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും തീർച്ചയായിട്ടും. കണ്ടില്ലേ, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പലപ്പോഴും, എനിക്കിവിടെ നിന്നൊരു നീതി ലഭിക്കണം, എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു നീതി ലഭിക്കണം, ഞാനിവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ജീവിതത്തിൽ കഴിയുന്നത്, മുന്നോട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയുമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർ തീർച്ചയായിട്ടും സ്വയം ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന്. സ്വന്തം സന്തോഷത്തിൽ ശ്രദ്ധയില്ല. അപ്പോൾ അങ്ങനെ അത് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങളാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. ഒരു വ്യക്തിയെ വേണ്ടയോ? വേണ്ട, ലെറ്റ് ഗോ ചെയ്യുക. അതാണ് ടോക്സിക് ആയിട്ടുള്ള ആ എനർജിയിൽ ഇരുന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളോട് കൂടെ ഇരിക്കുന്നവർ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ആ കൂട്ടുകെട്ടിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് അങ്ങ് ജീവിക്കണമെന്നൊന്നും യാതൊരു നിയമവുമില്ല. പേടിച്ച് അവർ പറയുന്നതനുസരിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോകും എന്നൊക്കെ വിചാരിച്ച് എന്തിനാണ് എനർജി ഡൗൺ ആക്കി കളയുന്നത്? അതുകൊണ്ട് ഇവിടെ ഒരു ജസ്റ്റിസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങളത് അർഹിക്കുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് അത് വന്നിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ഇന്നത്തെ ദിവസം കോടതി വഴി കേസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിരിക്കാം. ഇനി അതുമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതുപോലെ മറ്റു കാര്യങ്ങൾ, ബിസിനസ്സിലാവാം, അതുപോലെ ഓഫീസ് കാര്യങ്ങളിലാവാം, എവിടെയായാലും, അല്ലെങ്കിൽ കോടതി കാര്യങ്ങളിലാവാം, എവിടെയായാലും നിങ്ങളുടെ പക്ഷത്ത് ന്യായമുണ്ടോ അവിടെ നിങ്ങൾക്ക് ദൈവികമായ ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഫുള്ളാണ് വന്നിരിക്കുന്നത് ഇവിടെ. ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്തോ പുതിയ തുടക്കം തുടങ്ങുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിലൂടെ ഇന്നത്തെ ദിവസം മുന്നോട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പല കാര്യങ്ങളിലും എന്തായാലും ചിലപ്പോൾ ഒരു ജോലി ലഭിക്കുക, അല്ലെങ്കിൽ വീട് പണിയാവാം, അല്ലെങ്കിൽ ലോണൊക്കെ കിട്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനാവാം. എന്തോ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ഇന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില യാത്രകളാവാം, അല്ലെങ്കിൽ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാനാവാം.
ഏത് കാര്യത്തിലായാലും ഇന്നത്തെ ദിവസം നിങ്ങളൊരു പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് കാണാം. അത് നിങ്ങൾ കൊണ്ടുവരണമല്ല. ഇവിടെ വന്നിരിക്കുന്നത് എംപററാണ്. ചിലപ്പോൾ ജോലി നോക്കിയിരിക്കുന്നവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോബ് കിട്ടാനോ പെർമനന്റ് ആയിട്ടുള്ള സാലറി കിട്ടാനോ ഒക്കെ ആവാം. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും പല വിധത്തിലുമുള്ള നല്ല പോസിറ്റീവ് എനർജിയിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കാം. കൃത്യനിഷ്ഠയോടുകൂടി ജീവിതത്തിൽ പങ്ക്ച്വാലിറ്റി നിലനിർത്തുന്ന ആൾക്കാരായിരിക്കണം. മെഡിറ്റേഷൻ ചെയ്തു, യോഗ ചെയ്തു, നടക്കാൻ പോയി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി എത്ര മണിക്ക് എഴുന്നേറ്റു, സൂര്യ നമസ്കാരം ചെയ്തു, സൂര്യ ഗായത്രി ജപിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കണം ഈ റീഡിങ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു ജോബ് ലഭിക്കുന്നതായിരിക്കാം. അതൊരു പെർമനന്റ് ആയ ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് കിട്ടാനുള്ള മാർഗമാവാം, അല്ലെങ്കിൽ കിട്ടാനുള്ള ഒരു ദിവസമായിരിക്കാം ഇന്ന്. അതിൻ്റെതായ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സൺകാർഡാണ്. ഒരുപാട് പേർ ഹാപ്പിനെസ്സിലേക്ക് പോകുന്ന എനർജിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ചിലപ്പോൾ പലരുടെയും വിവാഹമാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ടാവാം, സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനോ എന്തായാലും ശരി, ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലർക്കും ഇന്ന് സന്തോഷിക്കാനുള്ള വകയുണ്ടായി എന്നുള്ളത് വേണം നമുക്കിവിടെ കാണാൻ. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പുതിയ തുടക്കങ്ങളൊക്കെ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് പ്രോഗ്രസ് ആണ് വരുന്നത് എന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും എന്താ ഒരു തുടക്കത്തിന് ആഗ്രഹിക്കുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ പറഞ്ഞ സന്തോഷങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.